കല്ലട ജലോത്സവം ഒക്ടോബർ 3-ന്. സാംസ്കാരിക ഘോഷയാത്ര ഒക്ടോബർ 2-ന് നടക്കും. കേരളത്തിലെ പ്രഗത്ഭ ചുണ്ടൻ വള്ളങ്ങൾ ഇക്കുറി ജലമേളയിൽ പങ്കെടുക്കും. കല്ലട ജലോത്സവം ഒക്ടോബർ 3-ന് നടക്കും. 3-ന് ഉച്ചയ്ക്ക് 2-ന് മൺട്രോത്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സൂര്യകുമാർ പതാക ഉയർത്തുന്നതോടെ പരിപാടികൾ ആരംഭിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. മന്ത്രി സജി ചെറിയാൻ ജലമേള ഉദ്ഘാടനം ചെയ്യും. കോവൂർ കുഞ്ഞുമോൻ MLA അധ്യക്ഷത വഹിക്കും. NK പ്രേമചന്ദ്രൻ MP ജലഘോഷയാത്രയും PC വിശ്വനാഥ് MLA ശിക്കാർ വള്ളങ്ങളുടെ ഘോഷയാത്രയും ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് MP സമ്മാനദാനവും ബോണസ് വിതരണവും നിർവഹിക്കും. കേരളത്തിലെ പ്രഗത്ഭ ചുണ്ടൻ വള്ളങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ അരനൂറ്റാണ്ടിന് മുൻപ് തന്നെ 28 ഓണനാളിൽ കല്ലടയാറ്റിലെ മുതിരപ്പറമ്പ് കാരൂത്രക്കടവ് നെട്ടായത്തിൽ നടന്നു വരുന്ന കല്ലട ജലോത്സവം ഈ വർഷവും പൂർവാധികം ഭംഗിയായി മൺട്രോത്തുരുത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ 16/8/2025 25/1 നമ്പർ തീരുമാനപ്രകാരം ഗ്രാമപഞ്ചായത്തിൻ്റെ തീരുമാനപ്രകാരം ഇത് നടത്തുവാൻ തീരുമാനിച്ചവരും സസന്തോഷം അറിയിച്ചിരിക്കുന്നു. മുൻവർഷങ്ങളിലെ പോലെ കല്ലടയിലെ 3 ഗ്രാമപഞ്ചായത്തുകളുടെ കൂട്ടായ്മയിൽ ജലോത്സവ കമ്മിറ്റി രൂപീകരിച്ചാണ് ജലമേള നടത്തുന്നത്. കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെയും കർഷക ജനതയുടെ കൈക്കരുത്തിൻ്റെയൊക്കെ ഉത്സവമേളയായ കല്ലട വള്ളംകളി ഇന്ന് കേരളത്തിലേക്ക് സ്വദേശികളെയും വിദേശികളെയും ഒരുപോലെ ആകർഷിച്ച് ലോക സഞ്ചാര ഭൂപടത്തിൽ പോലും സ്ഥാനം പിടിച്ചിരിക്കുന്നു. വെപ്പ് AB ഇരുട്ടുകുത്തി AB അലങ്കാര വള്ളങ്ങളും ജലോത്സവത്തിൽ പങ്കെടുക്കും. വള്ളങ്ങളുടെ രജിസ്ട്രേഷൻ ഒക്ടോബർ 1-ന് വൈകിട്ട് 5 വരെയാണ്. 12-ലധികം വള്ളങ്ങൾ പങ്കെടുക്കുമെന്നാണ് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചത്. ഒക്ടോബർ 2-ന് വൈകിട്ട് 4-ന് ഇടിയക്കടവ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ സാംസ്കാരിക ഘോഷയാത്രയും നടക്കുമെന്ന് ജലോത്സവ കമ്മിറ്റി ചെയർപേഴ്സൺ മിനി സൂര്യകുമാർ, ജനറൽ കൺവീനർ സന്തോഷ് കുമാർ, സേതുനാഥ്, ജയപ്രകാശ്, പ്രസന്നകുമാരി എന്നിവർ അറിയിച്ചു. കഴിഞ്ഞ വർഷത്തെ വള്ളംകളിയെ അപേക്ഷിച്ച് ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലെ പ്രഗത്ഭ ചുണ്ടൻ വള്ളങ്ങൾ കൂടി പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ഇതുകൂടാതെ വെപ്പ് AB ഇരുട്ടുകുത്തി AB അലങ്കാര വള്ളങ്ങൾ തുടങ്ങിയവ പങ്കെടുക്കുന്നതാണ്. വള്ളങ്ങളുടെ രജിസ്ട്രേഷൻ ഒക്ടോബർ 1-ന് വൈകിട്ട് 5 മണി വരെയാണ്. 12-ൽ പരം വള്ളങ്ങൾ പങ്കെടുക്കുമെന്നാണ് സംഘാടക സമിതി അറിയിച്ചിരിക്കുന്നത്. ജലോത്സവത്തോടനുബന്ധിച്ച് ഫിനിഷിംഗ് പോയിന്റിൽ നടത്തുന്ന കലാസന്ധ്യ പരിപാടി ഇന്നലെ മുതൽ ആരംഭിച്ചു. ജലോത്സവത്തിൻ്റെ തലേ ദിവസമായ ഒക്ടോബർ 2-ന് വ്യാഴാഴ്ച 4 മണി മുതൽ ഇടിയക്കടവ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ സാംസ്കാരിക ഘോഷയാത്ര ഉണ്ടായിരിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.